Good morning dear students and warm welcome to our 31st online class. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കുറച്ച് ഡെഫിനിഷൻസ് നോക്കാനുണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ ഡെഫിനിഷൻസ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് നമുക്ക് പഠിക്കണം. ഓരോ ഡെഫിനിഷൻസിനും അതിൻ്റേതായ പ്രാധാന്യങ്ങളുണ്ട്. ഈ ഡെഫിനിഷൻസാണ് നമ്മുടെ GST എന്ന് പറഞ്ഞ പഠനത്തെ നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ടേമും എന്താണ് അത് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അതിൽ ഫസ്റ്റ് വൺ അഗ്രിഗേറ്റ് ടേൺ ഓവർ. ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോളിയൂം ഓഫ് സെയിൽസ്, നെറ്റ് സെയിൽസ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ടേൺ ഓവർ എന്ന് പറയുന്നത്. അതിൽ അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറയുന്നത് എന്താണ്? Aggregate turnover means the aggregate value of all taxable supplies excluding the value of inward supplies on which tax is payable by a person on reverse charge basis exempt supplies, exports of goods or service or both, and interstate supplies of persons having the same permanent account number to be computed on all India basis but excludes central tax, state tax, union territory tax, integrated tax and cess. ഈ ഡെഫിനേഷനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് പഠിക്കാം. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സെയിം പെർമനൻ്റ് അക്കൗണ്ട് നമ്പറിൽ ഉള്ള സെയിൽസിനെയാണ് നമ്മളിവിടെ അഗ്രിഗേറ്റ് ടേൺ ഓവറിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അതാണ് ഈ ഡെഫിനേഷൻ്റെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. സെയിം പെർമനൻ്റ് അക്കൗണ്ട് നമ്പറിലായിരിക്കണം ഈ ടോട്ടൽ സെയിൽസ് നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് എക്സ്ക്ലൂഡ് ചെയ്യുന്നത്? സെൻട്രൽ ടാക്സ്, സ്റ്റേറ്റ് ടാക്സ്, യൂണിയൻ ടെറിട്ടറി ടാക്സ്, ഇൻ്റഗ്രേറ്റഡ് ടാക്സ് ആൻഡ് സെസ്. ഇതെല്ലാം നമുക്ക് ടേൺ ഓവർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എക്സ്ക്ലൂഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? ഓൾ ടാക്സബിൾ സപ്ലൈസ്, എല്ലാ ടാക്സബിൾ ആയിട്ടുള്ള സപ്ലൈസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണം. അതിൽ എക്സ്ക്ലൂഡ് ചെയ്യുന്നത് എന്താണ്? ഇൻവേർഡ് സപ്ലൈസ് ഉണ്ടെങ്കിൽ, അത് റിവേഴ്സ് ചാർജ് ബേസിസിലുള്ള ഇൻവേർഡ് സപ്ലൈസ് ഉണ്ടെങ്കിൽ നമുക്കത് എക്സ്ക്ലൂഡ് ചെയ്യാം. അല്ലാത്ത എല്ലാ സപ്ലൈസും നമുക്ക് എന്ത് ചെയ്യണം? ടാക്സബിൾ ആയിട്ടുള്ള എല്ലാ സപ്ലൈസും ഇൻക്ലൂഡ് ചെയ്യണം. ഇനി എക്സംപ്റ്റ് എന്ന് പറയുന്നത് സപ്ലൈസ് ദാറ്റ് ഈസ് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് ആൻഡ് ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈസ്. സെയിം പെർമനൻ്റ് അക്കൗണ്ട് നമ്പറിലുള്ള സപ്ലൈസ് എന്ന് പറയുന്നത് എക്സെപ്റ്റ് ചെയ്യുന്നത് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറയുന്നതോ, അല്ലെങ്കിൽ എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറയുന്നതോ, അല്ലെങ്കിൽ ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈസ് വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? എക്സ്ക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. It covers all supplies effected by a person having the same permanent account number but excludes inward supplies and various taxes under GST law. അതാണ് ക്ലിയർ അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെയിം പെർമനൻ്റ് അക്കൗണ്ട് നമ്പറിലുള്ള എല്ലാ സപ്ലൈസും, ഒരു പേഴ്സൻ്റെ എല്ലാ സപ്ലൈസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. എക്സ്ക്ലൂഡ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള നേരത്തെ പറഞ്ഞുള്ള ടാക്സുകൾ എന്ന് പറയുന്നത് സെൻട്രൽ ടാക്സ്, സ്റ്റേറ്റ് ടാക്സ്, യൂണിയൻ ടെറിട്ടറി ടാക്സ്, അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് ടാക്സ്, സെസ് എന്ന് പറയുന്നത് നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. അതായത് GST ലോ പ്രകാരം എന്തൊക്കെ ടാക്സ് ഉണ്ട് അത് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ടേം ഡിഫൈൻ ചെയ്യാനുള്ളത് അസസ്മെൻറ്റ് എന്നുള്ളതാണ്. അസസ്മെൻറ്റ് എന്നുള്ളത് നമ്മൾ ഇൻകം ടാക്സ് പഠിച്ചപ്പോൾ എന്താണ് ഡെഫിനേഷൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ടാക്സ് ലൈബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഇൻകം ടാക്സിലെ അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ അസസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അസസ്മെൻറ്റ് മീൻസ് ഡിറ്റർമിനേഷൻ ഓഫ് ടാക്സ് ലൈബിലിറ്റി അണ്ടർ ദിസ് ആക്ട് ആൻഡ് ഇൻക്ലൂഡ്സ് സെൽഫ് അസസ്മെൻറ്റ്, റീഅസസ്മെൻറ്റ്, പ്രൊവിഷണൽ അസസ്മെൻറ്റ്, സമ്മറി അസസ്മെൻറ്റ് ആൻഡ് ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ്. അപ്പോൾ ഇൻകം ടാക്സിലും GST ലോ പ്രകാരം അസസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം മീനിങ് തന്നെയാണ് വരുന്നത്. അതായത് ടാക്സ് ലൈബിലിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത് GST ആക്ട് പ്രകാരമാണെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് പറയാം? അസസ്മെൻറ്റ് എന്ന് പറയാം. അതിൽ എത്ര ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ് ഉണ്ട്? സെൽഫ് അസസ്മെൻറ്റ്, റീഅസസ്മെൻറ്റ്, പ്രൊവിഷണൽ അസസ്മെൻറ്റ്, അതുപോലെ തന്നെ സമ്മറി അസസ്മെൻറ്റ്, ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ്. ഇത്രയാണ് അസസ്മെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേം ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ്. ആരായിരിക്കും ഒരു ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ്? ഒരു ഇൻഡിവിജ്വലിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് എയിം ചെയ്യുന്നത്?
An authorized representative is a person authorized on one's behalf to appear before an officer of the Act, appellate authority or appellate tribunal in connection to proceedings under the Act. GST Act പ്രകാരം ആരാണോ ആ GST റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊസീഡിങ്സ് ചെയ്യുന്നത്, അതായത് അപ്പല്ലറ്റ് അതോറിറ്റി, അപ്പല്ലറ്റ് ട്രിബ്യൂണലിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊസീഡിങ്സ് ചെയ്യുന്ന പേഴ്സണെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവായിട്ട് പറയുന്നത്. അപ്പോൾ an authorized representative is a person authorized on one's behalf to appear before an officer of the Act. GST Act പ്രകാരം അവിടെ അപ്പല്ലറ്റ് അതോറിറ്റിക്കോ അല്ലെങ്കിൽ അപ്പല്ലറ്റ് ട്രിബ്യൂണലിൻ്റെ മുമ്പിൽ ആരാണോ ഓതറൈസ്ഡ് പേഴ്സണായിട്ട് ഹാജരാകുന്നത് ആ പേഴ്സണിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ഒരു ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവായിട്ട് പറയുന്നത്. നെക്സ്റ്റ് ടേം ബോർഡ് എന്ന് പറയുന്നതാണ്. ബോർഡ് മീൻസ് ദ സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ ദ സെൻട്രൽ ബോർഡ് ഓഫ് റവന്യൂ ആക്ട്, CBRA. സെൻട്രൽ ബോർഡ് ഓഫ് റവന്യൂ ആക്ട് പ്രകാരം ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് എന്ന് പറയുന്നതാണ്. ഇറ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയിട്ടുള്ള സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബോഡി, അത് ഏത് ആക്ട് പ്രകാരമാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കേണ്ടത്? സെൻട്രൽ ബോർഡ് ഓഫ് റവന്യൂ ആക്ട് പ്രകാരമാണ് ആ ബോർഡ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. അപ്പോൾ ബോർഡ് എന്ന് പറഞ്ഞാൽ GST ആക്ട് പ്രകാരം എന്താണ്? സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് എന്ന് പറയുന്നതിനെയാണ് ഇവിടെ ബോർഡ് എന്ന് പറയുന്നത് മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ടേം ബിസിനസ് ആണ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഏതൊക്കെയാണ് ബിസിനസ് എന്ന് പറയുന്നത് GST ആക്ട് പ്രകാരം ഇൻക്ലൂഡ് ചെയ്യുന്നത്. Any trade, commerce, manufacture, profession, vocation, adventure or any other similar activity, whether or not it is for the pecuniary benefit. ഒരു പെക്യൂനിയർ ആയിട്ടുള്ള ഒരു മോണിറ്ററി ബെനിഫിറ്റ് കിട്ടുന്നതായിട്ടുള്ള ഒരു ട്രേഡ് ആവാം, അല്ലെങ്കിൽ ഒരു കോമേഴ്സ് ആയിരിക്കാം, അതും അല്ലെങ്കിൽ മാനുഫാക്ചറോ പ്രൊഫഷനോ വൊക്കേഷനോ അഡ്വെഞ്ചറോ അല്ലെങ്കിൽ ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ആക്ടിവിറ്റീനെ നമ്മളിവിടെ എന്തായിട്ട് പറയുന്നുണ്ട്? ബിസിനസ് ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എനി ആക്ടിവിറ്റി ഓർ ട്രാൻസാക്ഷൻ ഇൻ കണക്റ്റഡ് വിത്ത് ഓർ ഇൻസിഡൻ്റൽ ഓർ ആൻസിലറി ടു സബ് ക്ലോസ് എ എബവ്. നേരത്തെ പറഞ്ഞ ക്ലോസിനോട് റിലേറ്റഡ് ആയിട്ട് എനി ആക്ടിവിറ്റി ഓർ ട്രാൻസാക്ഷൻ, ഏതെങ്കിലും ഒരു ബിസിനസ് ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ട്രാൻസാക്ഷനോ വിത്ത് ഓർ ഇൻസിഡൻ്റൽ ഓർ ആൻസിലറി ടു ദ സബ് ക്ലോസ്, നേരത്തെ പറഞ്ഞ സബ് ക്ലോസ് എനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയോ ഒരു ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് പറയാം? ബിസിനസ് എന്ന് പറയാം. Any activity or transaction as per subclause A, whether or not there is a volume, frequency, continuity or regularity of the transaction. അതിൽ വോളിയം എന്ന് പറയുന്നതിനോ അല്ലെങ്കിൽ ഫ്രീക്വൻസി, കണ്ടിന്യൂറ്റി, റെഗുലാരിറ്റി എന്ന് പറയുന്നതിന് ഒരു റെസ്ട്രിക്ഷനും ഇല്ല. ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയോ ട്രാൻസാക്ഷനോ നേരത്തെ പറഞ്ഞ സബ് ക്ലോസിനോട് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് പറയാനായിട്ട് സാധിക്കും? ബിസിനസ് എന്ന് പറയാനായിട്ട് സാധിക്കും. Supply or acquisition of goods including capital goods and services in connection with the commencement or closure of business. ഒരു ബിസിനസ് കമൻസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഷട്ട് ഡൗൺ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ക്യാപിറ്റൽ ഗുഡ്സോ ആയിട്ട് അത് സപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ അക്വയർ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗുഡ്സും അല്ലെങ്കിൽ സർവീസസ് എന്ന് പറയുന്നതിനെയും നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? ബിസിനസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. Provision by a club, association, society or any such body of the facilities or benefits to its members. അതുപോലെ തന്നെ ഒരു ക്ലബ്ബ് അതും അല്ലെങ്കിൽ അസോസിയേഷൻ, സൊസൈറ്റി, ഏതെങ്കിലും ഒരു ബോഡി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആണ്. അതിൻ്റെ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് അതിൻ്റെ മെമ്പേഴ്സിന് ഉള്ള ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു ഫെസിലിറ്റി ആണെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് പറയാനായിട്ട് സാധിക്കും? ബിസിനസ് എന്ന് പറയാനായിട്ട് സാധിക്കും. അഡ്മിഷൻ ഫോർ എ കൺസിഡറേഷൻ ഓഫ് പേഴ്സൺസ് ടു എനി പ്രമൈസസ്, ഏതെങ്കിലും ഒരു പ്രമൈസസിൽ ഒരു അഡ്മിഷൻ കൊടുത്തിട്ടുള്ളത് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കൺസിഡറേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് പറയാവുന്നതാണ്? ബിസിനസ് എന്ന് പറയാവുന്നതാണ്. സർവീസസ് സപ്ലൈഡ്
by a person as the holder of an office which has been accepted by him in the course of furtherance of his trade, profession or vocation. ഒരു ട്രേഡിനോടോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ഒരു വൊക്കേഷനോട് അതിൻ്റെ ഒരു റിലേറ്റഡ് ഒരു എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു സർവീസ് സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, മുമ്പ് എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ട് ആ പേഴ്സണിൻ്റെ ആ ഒരു ട്രേഡ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ വൊക്കേഷനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു സർവീസ് അതിനോട് റിലേറ്റഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് പറയാനായിട്ട് സാധിക്കും? ബിസിനസ് എന്ന് പറയാനായിട്ട് സാധിക്കും. ആക്ടിവിറ്റീസ് ഓഫ് എ റേസ് ക്ലബ്, ഒരു റേസ് ക്ലബിൻ്റെ എനി ആക്ടിവിറ്റീനെ നമുക്ക് എന്തായിട്ട് പറയാം? ബിസിനസ് ആയിട്ട് പറയാവുന്നതാണ്. Any activity or transaction undertaken by the central government, a state government or any local authority in which they are engaged as a public authority. ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ ഒരു പബ്ലിക് അതോറിറ്റി ആയിട്ടാണ് നിൽക്കുന്നത്. അതായത് സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കാം, എനി ലോക്കൽ അതോറിറ്റി. അതിൻ്റെ മെയിൻ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പബ്ലിക് അതോറിറ്റീസ് ആണ് എന്നുണ്ടെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് പറയാം? ബിസിനസ് എന്ന് പറയാം. അപ്പോൾ ഏതൊക്കെ കാറ്റഗറിയിലാണ് ഈ ബിസിനസ് എന്ന് പറയുന്ന ടേം നിൽക്കുന്നത്? നമ്മൾ കുറേ ഡീറ്റെയിൽ ആയിട്ട് പോയി. ഇതിൽ വരുന്ന എനി ആക്ടിവിറ്റി ഓർ ട്രാൻസാക്ഷൻ, അത് ട്രേഡ് ആയിരിക്കാം, കോമേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മാനുഫാക്ചറിങ്ങോ പ്രൊഫഷനോ വൊക്കേഷനോ അഡ്വഞ്ചറോ ആയിക്കോട്ടെ, എനി ആക്ടിവിറ്റി ഓർ എനി ട്രാൻസാക്ഷൻ റിലേറ്റഡ് ടു ദ പർട്ടിക്കുലർ നേരത്തെ പറഞ്ഞ എനി ആക്ടിവിറ്റി അങ്ങനെയാണെങ്കിൽ അതോടൊപ്പം തന്നെ അതിൽ എന്തുണ്ടായിരിക്കണം? ഒരു പെക്യൂനിയറി ബെനിഫിറ്റ് ഉണ്ടെങ്കിലാണ് അതിനെ നമുക്ക് എന്തായിട്ട് പറയുന്നത്? ബിസിനസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഇൻസിഡൻ്റൽ ആയിട്ടുള്ളോ അല്ലെങ്കിൽ ഒരു ആൻസിലറി ആയിട്ടുള്ള നേരത്തെ പറഞ്ഞ പ്രൊവിഷനോട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി വരികയാണ്. അതുപോലെ തന്നെ അതിൽ വോളിയത്തിനോ അല്ലെങ്കിൽ ഫ്രീക്വൻസിയോ കണ്ടിന്യൂറ്റി റെഗുലാരിറ്റി അതിനൊരു ഇമ്പോർട്ടൻസും കൊടുക്കാണ്ട് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിലാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ബിസിനസ് ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ബിസിനസ് കമൻസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അത് ഷട്ട് ഡൗൺ ചെയ്യുന്ന സമയത്തോ ഏതെങ്കിലും ഒരു ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ സപ്ലൈ അല്ലെങ്കിൽ എക്വിസിഷൻ എന്ന് പറയുന്നത് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തായിട്ട് പറയും? ബിസിനസ് ആയിട്ട് പറയും. അതുപോലെ തന്നെ ഒരു മെമ്പേഴ്സിൻ്റെ ഒരു ബെനിഫിറ്റിനോ അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഒരു ക്ലബ്ബോ അസോസിയേഷനോ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയോ അല്ലെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എനി ബോഡി എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയോ ഒരു ട്രാൻസാക്ഷനോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് പറയാം? ബിസിനസ് ആയിട്ട് പറയാം. അതുപോലെ തന്നെ ഒരു കൺസിഡറേഷൻ വാങ്ങിക്കൊണ്ട് ഒരു അഡ്മിഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ, ആ പ്രൊമൈസസിൽ ഒരു അഡ്മിഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് എന്തായിട്ട് പറയാവുന്നതാണ്? ബിസിനസ് ആയിട്ട് പറയാവുന്നതാണ്. അതുപോലെ തന്നെ ആഫ്റ്റർ സെയിൽസ് ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ ട്രാൻസാക്ഷന് ശേഷം എന്തെങ്കിലും ഒരു സർവീസ് സപ്ലൈ ചെയ്തിട്ടുണ്ട്, ഒരു ഫർദറൻസിന് വേണ്ടി ഒരു സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സർവീസ് ആൻഡ് ഗുഡ്സ് എന്ന് പറയുന്നതിന് നമുക്ക് എന്തായിട്ട് പറയാം? ബിസിനസ് ആയിട്ട് പറയാം. അതുപോലെ റേസ് ക്ലബിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എനി ആക്ടിവിറ്റി, അതുപോലെ തന്നെ ഒരു സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ എനി ലോക്കൽ അതോറിറ്റി ഒരു പബ്ലിക് അതോറിറ്റീസിനോട് റിലേറ്റഡ് ആയിട്ട് ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് പറയാം? ബിസിനസ് എന്ന് പറയാം. അപ്പോൾ ബിസിനസ് എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇത് 2 മാർക്കിൻ്റെ ചോദ്യം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്, ഡിഫൈൻ ബിസിനസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ എല്ലാ സ്റ്റുഡൻസും നോട്ട് ചെയ്ത് വയ്ക്കാം. ഓക്കെ, നെക്സ്റ്റ് ടേമിലേക്ക് പോകാം. ദറ്റ് ഈസ് ദ ക്യാപിറ്റൽ ഗുഡ്സ്. നമ്മൾ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പഠിക്കുന്ന കാലത്ത് തുടങ്ങി പഠിച്ചിട്ടുള്ള ഒരു ടേമാണ് ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ GST ആക്ട് പ്രകാരം എന്തിനെയാണ് നമ്മൾ ഈ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്? അത് നമുക്ക് നോക്കാം. ക്യാപിറ്റൽ ഗുഡ്സ് മീൻസ് ഗുഡ്സ് ദ വാല്യുബിൾ ഓഫ് വിച്ച് is capitalized in the books of accounts of the person claiming the input tax credit and which are used or intended to be used in the course or furtherance of the business. Capital goods എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എന്ത് ചെയ്തിരിക്കണം? ക്യാപിറ്റലൈസ് ചെയ്തിരിക്കണം. അത് റവന്യൂ ആയിട്ട് എടുക്കാനായിട്ട് പാടില്ല. ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ട് ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുകയും അതോടൊപ്പം തന്നെ അതിന് ക്ലെയിമിങ് ദ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ക്ലെയിം ചെയ്യുകയും അതോടൊപ്പം തന്നെ അത് ഒരു ബിസിനസ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗുഡ്സിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ക്യാപിറ്റൽ ഗുഡ്സ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് മീൻ ചെയ്യുന്നത് അതിൻ്റെ
വാല്യൂ എന്ന് പറയുന്നത് എന്ത് ചെയ്തിരിക്കണം, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ക്യാപിറ്റലൈസ് ചെയ്യുകയും അതിൻ്റെ ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നത് ക്ലെയിം ചെയ്യുകയും അതോടൊപ്പം തന്നെ ഒരു ബിസിനസ്സിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ആ ഗുഡ്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയാണ് GST ആക്ട് പ്രകാരം എന്തായിട്ട് പറയുന്നത്, ക്യാപിറ്റൽ ഗുഡ്സ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് ടേം കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ. എന്തിനെയാണ് ഈ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്ന് പറയുന്നത്? നമുക്ക് കാഷ്വൽ എന്ന് പറഞ്ഞാൽ റെഗുലർ അല്ലാത്തതിനെ നമ്മൾ എന്തായിട്ട് പറയും, കാഷ്വൽ എന്ന് പറയും. അപ്പോൾ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ മീൻസ് who occasionally undertakes transaction involving supply of goods or services or both in the course or furtherance of business, whether as principal, agent or in any other capacity in a state or a union territory where he has no fixed place of business. ഒരു ബിസിനസ്സിൽ ഒരു ഫിക്സഡ് പ്ലേസ് ഇല്ല. അത് സ്റ്റേറ്റിൻ്റെ ഇതിലായാലും അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയുടെ ബേസിസിലായാലും ഒരു ബിസിനസ്സായിട്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാത്തൊരു പേഴ്സൺ, പക്ഷെ അദ്ദേഹം ഒരു പ്രിൻസിപ്പലായിട്ടോ അല്ലെങ്കിൽ ഒരു ഏജൻ്റായിട്ടോ അല്ലെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കപ്പാസിറ്റിയിൽ ആക്ട് ചെയ്യുകയാണ്. അത് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? ഒക്കേഷണലായിട്ട്, റെഗുലർ അല്ല, ഒക്കേഷണലായിട്ട് ഒരു സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് എന്ന് പറയുന്നതിൽ അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറയുന്നതിൽ കോഴ്സ് ഓഫ് ബിസിനസ്സിലോ അല്ലെങ്കിൽ ഫർദറൻസ് ഓഫ് ബിസിനസ് അല്ലോ ആണ് പ്രവർത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഏജൻറ്റ് അല്ലെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ആ കപ്പാസിറ്റി ഹോൾഡറിനെയാണ് നമ്മളിവിടെ എന്തായിട്ട് പറയുന്നത്, കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആരാണെന്ന് മനസ്സിലായില്ലേ? അതായത് ഒക്കേഷണലായിട്ട് ഒരു ട്രാൻസാക്ഷൻ ഉണ്ടാവുകയും ആ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഗുഡ്സ് ഓർ സർവീസ് അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് പറയുന്നത് കോഴ്സ് ഓഫ് ബിസിനസ്സോ അല്ലെങ്കിൽ ഫർദറൻസ് ഓഫ് ബിസിനസ്സിനോട് റിലേറ്റഡ് ആയിരിക്കണം. അവരുടെ റോൾ എന്ന് പറയുന്നത് ഒരു പ്രിൻസിപ്പലോ ഏജൻറ്റോ അല്ലെങ്കിൽ എനി റിലേറ്റഡ് കപ്പാസിറ്റി ആയിരിക്കാം. അതെങ്ങനെയായിരിക്കണം? ഒരു സ്റ്റേറ്റിലോ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയിലോ ഒരു ഫിക്സഡ് പ്ലേസ് ഒരു ബിസിനസ്സിൽ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു പേഴ്സണെയാണ് എന്തായിട്ട് പറയുന്നത്, കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് ടേം സെൻട്രൽ ടാക്സ് ആണ്. സെൻട്രൽ ടാക്സ് മീൻസ് ദ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ലെവിഡ് അണ്ടർ സെക്ഷൻ 9. സെക്ഷൻ 9 പ്രകാരം സർവീസ് ടാക്സ് അല്ലെങ്കിൽ ഗുഡ്സ് ടാക്സ് എന്ന് പറയുന്നത് ലെവി ചെയ്യുന്നത് സെൻട്രൽ ഗുഡ്സിനെ ആണെങ്കിൽ ആ ടാക്സിനെയാണ് എന്ത് പറയുന്നത്, സെൻട്രൽ ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ സെൻട്രൽ ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസുമേ ചാർജ് ചെയ്യുന്ന സെക്ഷൻ 9 പ്രകാരം ചാർജ് ചെയ്യുന്ന ടാക്സിനെയാണ് എന്തായിട്ട് പറയുന്നത്, സെൻട്രൽ ടാക്സ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് ടേം കോമ്പോസിറ്റ് സപ്ലൈ ആണ്. എന്തിനെയാണ് ഈ കോമ്പോസിറ്റ് സപ്ലൈ എന്ന് നമ്മൾ GST ആക്ട് പ്രകാരം പറയുന്നത്? Composite supply means a supply made by a taxable person to a recipient consisting of two or more taxable supply of goods or service or both or any combination thereof which are naturally bundled and supplied in conjunction with each other in the ordinary course of business, one of which is a principal supply. ഇവിടെ പറയുന്നത് കറക്റ്റായിട്ട് സ്പെസിഫിക് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു ടേമാണ്. എന്തിനെയാണ് ഈ കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറയുന്നത്? ഈ സപ്ലൈ ചെയ്തിട്ടുള്ളത് എന്തിനായിരിക്കണം? ഒരു ടാക്സബിൾ പേഴ്സൺ ഒരു റെസിപ്പിയൻ്റ് തന്നെ ആയിരിക്കണം ഈ ഗുഡ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറയുന്നത് നടത്തിയിട്ടുണ്ടായിരിക്കേണ്ടത്. അവിടുത്തെ സപ്ലൈസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കാം? 2 or more ടാക്സബിൾ സപ്ലൈ, 2 അതിലധികമോ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ 2 അതിലധികമോ സപ്ലൈസ് ആൻഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറയാം, അല്ലെങ്കിൽ കോമ്പിനേഷൻ രണ്ടും കൂടി ചേർന്നിട്ടുള്ളത്. വിച്ച് ആർ നേച്ചുറലി ബണ്ടിൽഡ്. അതെങ്ങനെയുള്ളതായിരിക്കണം? അതിൻ്റെ ഒരു എൻടൈറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് പ്രകൃതിയാലുള്ളതാണ്, നേച്ചുറൽ ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ സപ്ലൈ എന്ന് പറയുന്നത് കൺജങ്ഷൻ വിത്ത് ഈച്ച് അതർ. ആ 2 ഫാക്ടേഴ്സ്, 2 സപ്ലൈസ് തമ്മിൽ ഒരു കൺജങ്ഷൻ ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ ഒരു ഓർഡിനറി കോഴ്സിനാണെങ്കിൽ വൺ ഓഫ് വിച്ച് ഈസ് ദ പ്രിൻസിപ്പൽ സപ്ലൈ. ഏതെങ്കിലും ഒന്നിനെ നമുക്ക് എന്തായിട്ട് പറയാം? പ്രിൻസിപ്പൽ സപ്ലൈ എന്ന് പറയാം. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറയുന്നത് ഒരു പ്രിൻസിപ്പൽ സപ്ലൈനോട് ചേർന്നുകൊണ്ട് വേറൊരു സപ്ലൈയും കൂടിയും വരികയാണ്. അപ്പോൾ 2 or more സപ്ലൈസ് ഓഫ് ഗുഡ്സ് ഓർ സർവീസ് അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറയുന്നത് ഉണ്ടായിരിക്കും. അത് എങ്ങനെയുള്ളതായിരിക്കും? നേച്ചുറലി ബണ്ടിൽഡ് ആണെങ്കിലാണ് ഇവിടെ എന്തായിട്ട് പറയുന്നത്? കോമ്പോസിറ്റ് സപ്ലൈ ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ആ 2 സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്
സർവീസസ് എന്ന് പറയുന്നത് തമ്മിൽ എങ്ങനെയായിരിക്കണം കണക്ഷൻ വരുന്നത്? ഒരു കൺജങ്ഷൻ ഉണ്ടെങ്കിൽ, അതൊരു ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിൽ ആണെങ്കിലാണ് ഈ കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ആ എക്സാമ്പിൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്തിനെയാണ് ഈ കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറയുന്നത് എന്ന് ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാവും. For example, where goods are packed and transported with insurance, the supply of goods, packing materials, transport and insurance is a composite supply and supply of goods is a principal supply. ഇവിടെ പ്രിൻസിപ്പൽ സപ്ലൈ എന്ന് പറയുന്നത് എന്താണ്? സപ്ലൈ ഓഫ് ഗുഡ്സ്. ഒരു സാധനം ഒരു സ്ഥലത്തിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് സപ്ലൈ ചെയ്യുന്നു. ഒരു വാഷിംഗ് മെഷീൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജ് ആയിരിക്കാം. പക്ഷേ ആ ഫ്രിഡ്ജ് അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ സപ്ലൈ ചെയ്യുമ്പോൾ അതോടൊപ്പം അതിൻ്റെ പാക്കിങ്, ട്രാൻസ്പോർട്ടേഷൻ ചാർജസ്, ഇൻഷുറൻസ് ചാർജസ്, ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടായിരിക്കും ആ സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രിൻസിപ്പൽ സപ്ലൈയുടെ കൂടെ ഈ പറയുന്ന ഫാക്ടേഴ്സ്, അതായത് പാക്കിങ്, ട്രാൻസ്പോർട്ടേഷൻ, ഇൻഷുറൻസ് എന്ന് പറയുന്നത് ആ പ്രിൻസിപ്പൽ സപ്ലൈയോട് ചേർന്ന് കൊണ്ടുള്ള സപ്ലൈ ആണ്. അപ്പോൾ അത് സപ്ലൈ ഓഫ് സർവീസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ സപ്ലൈ ഓഫ് ഗുഡ്സിൻ്റെ കൂടെ ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സപ്ലൈ ഓഫ് സർവീസ് വരുമ്പോഴാണ് നമ്മൾ അതിനെ എന്തായിട്ട് പറയുന്നത്? കോമ്പോസിറ്റ് സപ്ലൈ ആയിട്ട് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടേം ക്രെഡിറ്റ് നോട്ട്. നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പഠിച്ചപ്പോൾ ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത് എന്താണ്? ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടും വരുന്നത് പർച്ചേസ് റിട്ടേൺസും അതുപോലെ തന്നെ സെയിൽസ് റിട്ടേണിനോട് റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് നോട്ടുകളാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ക്രെഡിറ്റ് നോട്ട് ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ GST ആക്ട് പ്രകാരം എന്തിനെയാണ് ഈ ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത്? Credit note means a document issued by a registered person under subsection 1 of section 34. Section 34 subsection 1 പ്രകാരം ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡോക്യുമെൻറ്റിനെയാണ് ഇവിടെ എന്തായിട്ട് പറയുന്നത്? ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത്. A credit note is issued when the taxable value shown in the invoice exceeds the taxable value of supply. എപ്പോഴാണ് ഈ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നത്? കൃത്യമായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. ദ ടാക്സബിൾ വാല്യൂ എന്ന് പറയുന്നത് എന്തിനേക്കാൾ കൂടുതലാണെങ്കിൽ ഇൻ ദ ഇൻവോയ്സ് എക്സീഡ്സ് ദ ടാക്സബിൾ വാല്യൂ ഓഫ് സപ്ലൈ. ടാക്സബിൾ വാല്യൂ ഓഫ് സപ്ലൈനേക്കാൾ കൂടുതലാണ് നമ്മുടെ ഇൻവോയ്സ് എന്ന് പറയുന്നത്. ഷോൺ ഇൻ ദ ഇൻവോയ്സ് ടാക്സബിൾ വാല്യൂ ഷോൺ ഇൻ ദ ഇൻവോയ്സിൽ കാണുന്ന ടാക്സബിൾ വാല്യൂ എന്ന് പറയുന്നത് എക്സീഡ്സ് ദ ടാക്സബിൾ വാല്യൂ സപ്ലൈയുടെ ടാക്സബിൾ വാല്യൂവിനേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ഇഷ്യൂ ചെയ്യും? ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യും. സെക്കൻഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് എ ടാക്സ് ചാർജ്ഡ് ഇൻ ദ ഇൻവോയ്സ് എക്സീഡ്സ് ദ ടാക്സ് പേയബിൾ ഓൺ ദ സപ്ലൈ. നേരത്തെ നമ്മൾ ടാക്സബിൾ വാല്യൂ ഓഫ് സപ്ലൈ ആണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ പറഞ്ഞത് ടാക്സ് ചാർജ്ഡ് ഇൻ ദ ഇൻവോയ്സിൽ ചാർജ് ചെയ്തിട്ടുള്ള ടാക്സ് എന്ന് പറയുന്നത് എക്സീഡ്സ് ദ ടാക്സബിൾ വാല്യൂ ഓഫ് ദ സപ്ലൈയുടെ ടാക്സ് കൊടുക്കുന്നതിനേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ഇഷ്യൂ ചെയ്യും? ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യും. തേർഡ് സിറ്റുവേഷൻ, ദ ഗുഡ്സ് സപ്ലൈഡ് ആർ റിട്ടേൺഡ് ബൈ ദ റെസിപ്പിയൻറ്റ്. ഒരു ഗുഡ്സ് സപ്ലൈ ചെയ്തിട്ട് ഇത് റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ഇഷ്യൂ ചെയ്യും? ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യും. ഇതാണ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത്, അല്ലേ? ഗുഡ്സ് സപ്ലൈഡ് റിട്ടേൺ ചെയ്യുമ്പോൾ റെസിപ്പിയൻ്റ് ഇഷ്യൂ ചെയ്യുന്ന ക്രെഡിറ്റ് നോട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പഠിച്ചിട്ടുള്ള ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത്. അതും ഇവിടെ GSTയിൽ ക്രെഡിറ്റ് നോട്ടായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, ദ ഗുഡ്സ് ഓർ സർവീസ് ആർ ഫൗണ്ട് ടു ബി ഡെഫിഷ്യൻറ്റ്. ഒരു ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഗുഡ്സ് അല്ലെങ്കിൽ സർവീസാണ് സപ്ലൈ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കിട്ടിയിരിക്കുന്ന ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് എന്ന് പറയുന്നത് ഡെഫിഷ്യൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഇഷ്യൂ ചെയ്യും? ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യും. അത് നമ്മൾ നേരത്തെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിന് പുറമേ വരുന്നത് ആദ്യം പറഞ്ഞിട്ടുള്ള രണ്ട് പോയിന്റുകളാണ്. അതായത് ടാക്സബിൾ വാല്യൂ ഇൻവോയ്സിൽ കാണുന്നത് എക്സീഡ്സ് ദ ടാക്സബിൾ വാല്യൂ ഓഫ് സപ്ലൈ. രണ്ടാമത്തെ കേസിൽ പറയുന്നത് ഇൻവോയ്സിൽ ചാർജ് ചെയ്തിരിക്കുന്ന ടാക്സ് ഇറ്റ് എക്സീഡ്സ് ദ ടാക്സ് പേയബിൾ ഓൺ ദ സപ്ലൈയിൽ എത്രയാണോ ടാക്സ് കൊടുക്കേണ്ടത് അതിനേക്കാൾ കൂടുതലാണെങ്കിൽ അപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത് ഇഷ്യൂ ചെയ്യും. അപ്പോൾ ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ ടെക്സ്റ്റിലൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അത് പരീക്ഷയ്ക്ക് വരാവുന്നതാണ്. അപ്പോൾ ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത് സെക്ഷൻ 34 സബ്സെക്ഷൻ 1 പ്രകാരം ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെൻറ്റിനെയാണ് എന്ത് പറയുന്നത്? ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത്. അതിന് 4 സിറ്റുവേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂഷ്വലായിട്ട് നമ്മൾ മുമ്പ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പഠിച്ച 2 പോയിന്റുകൾ വരുന്നുണ്ട്. അത് നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്ത് പഠിക്കുക. അതായത്
ഗുഡ്സ് സപ്ലൈ ചെയ്തത് റിട്ടേൺ ചെയ്യുമ്പോൾ റെസിപ്പിയൻ്റ് ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കിട്ടിയിരിക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് പറയുന്നത് ഡെഫിഷ്യൻ്റ് ആണെന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ അപ്പോഴും നമ്മൾ എന്ത് ഇഷ്യൂ ചെയ്യും? ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യും. പിന്നെ വരുന്നത് ടാക്സബിൾ വാല്യൂ ഇൻവോയ്സിൽ കാണിച്ചിട്ടുള്ളത് ടാക്സബിൾ വാല്യൂ സപ്ലൈനേക്കാൾ കൂടുതലാണെങ്കിൽ, അതുപോലെ തന്നെ ഇൻവോയ്സിൽ ചാർജ് ചെയ്തിട്ടുള്ള ടാക്സ് എന്ന് പറയുന്നത് ടാക്സ് പേയബിൾ ഓൺ ദ സപ്ലൈനേക്കാൾ കൂടുതലാണെങ്കിലും നമ്മൾ എന്ത് ഇഷ്യൂ ചെയ്യും? ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യും. ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് ടേം നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് ഡെബിറ്റ് നോട്ടാണ്. ഈ ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത് എന്താണ് മീൻ ചെയ്യണമെന്ന് നോക്കാം. നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്നുണ്ടെങ്കിലും സെക്ഷൻ 34 സബ്സെക്ഷൻ 3 പ്രകാരം ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത് ഇറ്റ് മീൻസ് എ ഡോക്യുമെൻറ്റ് ഇഷ്യൂഡ് ബൈ എ രജിസ്റ്റേർഡ് പേഴ്സൺ അണ്ടർ സബ്സെക്ഷൻ 3 ഓഫ് സെക്ഷൻ 34. ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡോക്യുമെൻറ്റിനെ തന്നെയാണ് എന്ത് പറയുന്നത്? ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത്. ക്രെഡിറ്റ് നോട്ട് ആകുമ്പോൾ സെക്ഷൻ 34 സബ്സെക്ഷൻ 1 ആണ്. ഡെബിറ്റ് നോട്ട് എന്ന് പറയുമ്പോൾ സെക്ഷൻ 34 സബ്സെക്ഷൻ 3 ആണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക. ക്രെഡിറ്റ് നോട്ടിൽ സെക്ഷൻ 34 സബ്സെക്ഷൻ 1 ആണ്. ഡെബിറ്റ് നോട്ടായിട്ട് വരുമ്പോൾ സെക്ഷൻ 34 സബ്സെക്ഷൻ 3 ആണ്. ക്ലിയർ ആയില്ലേ? അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. ഇത് എപ്പോഴും ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും എന്ന് പറയുന്നത് എപ്പോഴും പരീക്ഷയ്ക്ക് വരുന്ന പോയിന്റുകൾ തന്നെയാണ്. ഇനി ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത് ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? സപ്ലയർ ആണ് ഒരു ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത് ഇഷ്യൂ ചെയ്യുന്നത്. എപ്പോഴൊക്കെയാണ് സപ്ലയർ ഒരു ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നത്? ദ ടാക്സബിൾ വാല്യൂ ഷോൺ ഇൻ ദ ഇൻവോയ്സ് ഈസ് ലെസ്സർ ദാൻ ദ ടാക്സബിൾ വാല്യൂ സപ്ലൈ. നമ്മൾ നേരത്തെ പറഞ്ഞത് കൂടുതലാണെങ്കിൽ അപ്പോഴാണ് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുക. ഇവിടെ ഡെബിറ്റ് നോട്ടിൻ്റെ കേസിൽ കുറവാണെങ്കിൽ സപ്ലയർ ഇഷ്യൂ ചെയ്യുന്ന നോട്ടിനെയാണ് എന്തായിട്ട് പറയുന്നത്? ഡെബിറ്റ് നോട്ടായിട്ട് പറയുന്നത്. ദ ടാക്സബിൾ വാല്യൂ ഷോൺ ഇൻ ദ ഇൻവോയ്സ്, ഇൻവോയ്സിൽ കാണിച്ചിരിക്കുന്ന ടാക്സബിൾ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ കുറവാണെങ്കിൽ, ദെൻ ദ ടാക്സബിൾ വാല്യൂ സപ്ലൈ എന്തിനേക്കാൾ കുറവാണെങ്കിൽ, സപ്ലൈയുടെ ടാക്സബിൾ വാല്യൂ എന്ന് പറയുന്നതിനേക്കാൾ കുറവാണെങ്കിൽ നമ്മൾ എന്ത് നോട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്? ഒരു ഡെബിറ്റ് നോട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതേസമയം ദ ടാക്സ് ചാർജ്ഡ് ഇൻ ദ ഇൻവോയ്സ് ഈസ് ലെസ് ദാൻ ദ ടാക്സ് പേയബിൾ ഓൺ ദ സപ്ലൈ. നേരത്തെ പറഞ്ഞ അതുപോലെ തന്നെ ടാക്സ് ഇൻവോയ്സിൽ കാണിച്ചിട്ടുള്ളത് ചാർജ് ചെയ്തിട്ടുള്ളത് ടാക്സ് പേയബിൾ ഓൺ ദ സപ്ലൈ, സപ്ലൈയിൽ ടാക്സ് പേ ചെയ്തിട്ടുള്ളതിനേക്കാൾ കുറവാണെങ്കിൽ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെൻറ്റിനെയാണ് എന്ത് പറയുന്നത്? ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത്. അപ്പം നേരത്തെ നമ്മൾ ക്രെഡിറ്റ് നോട്ടിൽ പറഞ്ഞിട്ടുള്ളത് കൂടുതലാണെങ്കിൽ അപ്പോൾ നമ്മൾ എന്താണ് ഇഷ്യൂ ചെയ്യുന്നത്? ക്രെഡിറ്റ് നോട്ട്. കുറവാണെങ്കിൽ സപ്ലയർ എന്താണ് ഇഷ്യൂ ചെയ്യുന്നത്? ഡെബിറ്റ് നോട്ട്. അപ്പോൾ ക്രെഡിറ്റ് നോട്ട് എന്താണെന്നും ഡെബിറ്റ് നോട്ട് എന്താണെന്നും ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? അത് ഇമ്പോർട്ടൻ്റ്, ഞാൻ അഗെയിൻ പറയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, നെക്സ്റ്റ് ടേം എക്സംപ്റ്റ് സപ്ലൈ. എന്തിനെയാണ് എക്സംപ്റ്റ് സപ്ലൈ എന്ന് പറയുന്നത്? സപ്ലൈ ഓഫ് എനി ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് വിച്ച് അട്രാക്ട്സ് നിൽ റേറ്റ് ഓഫ് ടാക്സ് or which may be only exempt from tax under section 11 or under section 6 of the Integrated Goods and Service Tax Act and includes non-taxable supply. നോൺ ടാക്സബിൾ സപ്ലൈയിൽ ഇൻക്ലൂഡ് ചെയ്യുകയും അതുപോലെ തന്നെ സെക്ഷൻ 11 സെക്ഷൻ 6 പ്രകാരം IGST ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിൽ എക്സംപ്റ്റ് ചെയ്തിട്ടുള്ള സപ്ലൈനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? എക്സംപ്റ്റ് സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ എക്സംപ്റ്റ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്? സപ്ലൈ ഓഫ് എനി ഗുഡ്സ് ഓർ സർവീസ്, സപ്ലൈ ചെയ്യുന്ന ഗുഡ്സ് ഓർ സർവീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് പറയുന്നത് നിൽ റേറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? എക്സംപ്റ്റ് സപ്ലൈ എന്ന് പറയും. അതുപോലെ തന്നെ മുഴുവനായിട്ട് സെക്ഷൻ 11 സെക്ഷൻ 6 പ്രകാരം IGST പ്രകാരം എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നോൺ ടാക്സബിൾ സപ്ലൈയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ സപ്ലൈകളെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? എക്സംപ്റ്റ് സപ്ലൈ ആയിട്ട് പറയുന്നത്. ക്ലിയർ ആയില്ലേ? എന്താണ് എക്സംപ്റ്റ് സപ്ലൈ? നെക്സ്റ്റ് ടേം ഗുഡ്സ് ആണ്. നമുക്കറിയാം എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഗുഡ്സ് എന്ന് പറയുന്നത്? ട്രേഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഐറ്റംസിനെയാണ് ഗുഡ്സ് എന്ന് പറയുന്നത്. ട്രേഡ് ചെയ്യാനായിട്ട് ഒരു ബിസിനസ് എന്തെങ്കിലും ഒരു ഐറ്റം ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്തായിട്ട് പറയും? ഗുഡ്സ് എന്ന് പറയുന്നത്. ഇവിടെ GST പ്രകാരം എന്തിനെയാണ് ഗുഡ്സ് എന്ന് പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് എ ഗുഡ്സ്? Goods means every kind of movable property other than money and securities but includes actionable claim, growing crops, grass and things attached to or forming part of the land which are agreed to be severed before supply or under a contract of supply. അപ്പോൾ ഇവിടെ ഗുഡ്സ് എന്ന് പറയുന്നത് എന്ത് പ്രോപ്പർട്ടി ആയിരിക്കണം? ഒരു മൂവബിൾ പ്രോപ്പർട്ടി ആയിരിക്കണം. പക്ഷെ ആ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താവാൻ പാടില്ല?
മണിയോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസോ ആവാനായിട്ട് പാടില്ല. ബട്ട് ഇൻക്ലൂഡ്സ് ആക്ഷണബിൾ ക്ലെയിം. പക്ഷേ ആക്ഷണബിൾ ക്ലെയിമിനെ നമുക്ക് എന്തായിട്ട് പറയാം? ഗുഡ്സ് ആയിട്ട് പറയാം. അതോടൊപ്പം തന്നെ ഗ്രോയിങ് ക്രോപ്സ് ആയാലും ഗ്രോയിങ് ഗ്രാസ് ആയാലും അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള തിങ്സ് ആയാലും നമുക്ക് എന്തായിട്ട് പറയാം? ഗുഡ്സ് ആയിട്ട് പറയാം. അതോടൊപ്പം തന്നെ ഫോമിങ് പാർട്ട് ഓഫ് ദ ലാൻഡ്, ഒരു ലാൻഡ് ഫോം ചെയ്യാനായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസിനെയും നമുക്ക് എന്തായിട്ട് പറയാം? ഗുഡ്സ് എന്ന് പറയാം. വിച്ച് ആർ അഗ്രീഡ് ടു ബി സിവേർഡ് ബിഫോർ ദ സപ്ലൈ ഓർ അണ്ടർ എ കോൺട്രാക്ട് ഓഫ് സപ്ലൈ. സപ്ലൈയിലോ അല്ലെങ്കിൽ സപ്ലൈന് മുമ്പായിട്ടോ അല്ലെങ്കിൽ സപ്ലൈയുടെ ഒരു കോൺട്രാക്റ്റിലോ അത് സിവിയറായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ അതിനെന്തായിട്ട് പറയും? ഗുഡ്സ് എന്ന് പറയാം. അപ്പോൾ GST ആക്ട് പ്രകാരം ഗുഡ്സ് എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പഠിച്ചിട്ടുള്ളൊരു ടേം അല്ല ഗുഡ്സ് എന്ന് പറയുന്നത്. ആരും ഗുഡ്സിൻ്റെ ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ആ ട്രേഡഡ് ചെയ്യുന്ന ഐറ്റംസിന് ഗുഡ്സ് എന്ന് പറയും അങ്ങനെ എഴുതാൻ പാടില്ല. ഇവിടെ ഗുഡ്സ് എന്ന് പറയുന്നത് GST ആക്ട് പ്രകാരം എന്താണ് മീൻ ചെയ്യുന്നത്? മൂവബിൾ പ്രോപ്പർട്ടിയാണ്. പക്ഷെ എന്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല? മണിയോ അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. പക്ഷേ ആക്ഷണബിൾ ക്ലെയിമിനെയും ഗ്രോയിങ് ക്രോപ്സ് ഗ്രോയിങ് ഗ്രാസിനെയൊക്കെ അല്ലെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള തിങ്സിനെ നമുക്ക് എന്തായിട്ട് പറയാം? ഗുഡ്സ് എന്ന് പറയാം. അതുപോലെ തന്നെ ഒരു ലാൻഡ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഒരു ബിഫോർ ദ സപ്ലൈ ഓഫ് ദ ഓൾ അണ്ടർ എ കോൺട്രാക്ട് ഓഫ് സപ്ലൈ ആണെങ്കിലും നമുക്ക് എന്തായിട്ട് പറയാം? ഗുഡ്സ് ആയിട്ട് പറയാം. നെക്സ്റ്റ് ടേം ഡിഫൈൻ ചെയ്യുന്നത് ഇൻപുട്ട്. എന്തിനെയാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്? എനി ഗുഡ്സ് അതർ ദാൻ ദ ക്യാപിറ്റൽ ഗുഡ്സ് യൂസ്ഡ് ഓർ ഇൻറ്റൻഡഡ് ടു ബി യൂസ്ഡ് ബൈ എ സപ്ലയർ ഇൻ ദ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ദ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ കോഴ്സ് ഓഫ് ഓപ്പറേഷനിലോ അല്ലെങ്കിൽ ഫർദറൻസ് ഓഫ് ബിസിനസ്സിലോ ഒരു ഗുഡ്സ് എന്ന് പറയുന്നത് അതർ ദാൻ ക്യാപിറ്റൽ ഗുഡ്സ് അല്ലാത്ത ഏതെങ്കിലും ഗുഡ്സ് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഇൻറ്റൻഡഡ് ടു ബി യൂസ്ഡ് ഒരു നിർബന്ധപൂർവ്വം അത് ഉപയോഗിക്കേണ്ടി വരികയാണെങ്കിൽ അത് സപ്ലൈ ചെയ്യേണ്ടി വരികയാണെങ്കിൽ ആ ഗുഡ്സിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്? എനി ഗുഡ്സ് അതർ ദാൻ ദ ക്യാപിറ്റൽ ഗുഡ്സ്. ഒരിക്കലും എന്താവാൻ പാടില്ല? ക്യാപിറ്റൽ ഗുഡ്സ് ആവാൻ പാടില്ല. അങ്ങനെയുള്ള ഗുഡ്സിനെ മാത്രമേ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നുള്ളൂ? ഇൻപുട്ടായിട്ട് ട്രീറ്റ് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ ഗുഡ്സ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൽ ആ ബിസിനസ്സിൻ്റെ കോഴ്സ് ഓഫ് ബിസിനസ്സിലോ അല്ലെങ്കിൽ ഫർദറൻസ് ഓഫ് ബിസിനസ്സിലോ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഇൻറ്റൻഡ് ടു ബി യൂസ്ഡ് പിന്നീട് അത് ഉപയോഗിക്കേണ്ടി വരികയോ സപ്ലയർക്ക് ഉപയോഗിക്കേണ്ടി വരികയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് പറയാം? ഇൻപുട്ടായിട്ട് GST ആക്ട് പ്രകാരം പറയാവുന്നതാണ്. ഇനി എന്താണ് ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നത്? ഇൻപുട്ട് ടാക്സ് ഇൻ റിലേഷൻ ടു എ രജിസ്റ്റേർഡ് പേഴ്സൺ മീൻസ് ദ സെൻട്രൽ ടാക്സ്, സ്റ്റേറ്റ് ടാക്സ്, ഇൻ്റഗ്രേറ്റഡ് ടാക്സ്, യൂണിയൻ ടെറിട്ടറി ടാക്സ് charged on any supply of goods or service or both made to him. ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ചാർജ് ചെയ്യുന്ന ഒരു ടാക്സ് അതെങ്ങനെയൊക്കെ ആവാം? സെൻട്രൽ ടാക്സ് ആവാം, സ്റ്റേറ്റ് ടാക്സ് ആവാം, ഇൻ്റഗ്രേറ്റഡ് ടാക്സ് ആവാം, അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി ടാക്സ് ആയിരിക്കാം. അത് സപ്ലൈ ഓഫ് ഗുഡ്സോ അല്ലെങ്കിൽ സർവീസസോ അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസിലോ ചാർജ് ചെയ്യുകയാണെങ്കിൽ ആ ടാക്സിനെയാണ് എന്തായിട്ട് പറയുന്നത്? ഇൻപുട്ട് ടാക്സ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഒരു രജിസ്റ്റേർഡ് പേഴ്സണോട് ബന്ധപ്പെട്ടിട്ട് ചാർജ് ചെയ്യുന്ന സെൻട്രൽ ടാക്സോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ടാക്സോ IGSTയോ UGSTയോ ആണ്. ആ ടാക്സ് ചാർജ് ചെയ്യുന്നത് ഒരു സപ്ലൈ ഓഫ് ഗുഡ്സോ അല്ലെങ്കിൽ സർവീസസിനോടോ ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ അതിനെ നമ്മൾ എന്തായിട്ട് പറയുന്നു? ഇൻപുട്ട് ടാക്സ് ആയിട്ട് പറയുന്നു. ഇനി എന്താണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് മീൻസ് ദ ക്രെഡിറ്റ് ഓഫ് ദ ഇൻപുട്ട് ടാക്സ്. ഒരു ഇൻപുട്ട് ടാക്സിന് ക്രെഡിറ്റ് കിട്ടുന്നതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് മീൻസ് ദ ക്രെഡിറ്റ് ഓഫ് ഇൻപുട്ട് ടാക്സിൻ്റെ ക്രെഡിറ്റിനെയാണ് എന്തായിട്ട് പറയുന്നത്? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇൻവേർഡ് സപ്ലൈ ആണ്. എന്തിനെയാണ് ഇൻവേർഡ് സപ്ലൈ ആയിട്ട് പറയുന്നത്? ഇൻവേർഡ് സപ്ലൈ ഇൻ റിലേഷൻ ടു എ പേഴ്സൺ ഷാൽ മീൻ റെസീറ്റ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് വെദർ ബൈ പർച്ചേസ്, acquisition or any other means with or without consideration. കൺസിഡറേഷനോട് കൂടിയിട്ടോ അല്ലാതെയോ പർച്ചേസോ എക്വിസിഷനോടോ അല്ലെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും കാര്യമായിട്ട് ഒരു റിലേറ്റഡ് പേഴ്സൺ ഗുഡ്സോ സർവീസോ
റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ഇൻവേർഡ് സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവേർഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണോട് റിലേറ്റഡ് ആയിട്ട് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറയുന്നത് റിസീവ് ചെയ്യുന്നത് എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ട്, പർച്ചേസോ അല്ലെങ്കിൽ എക്വിസിഷനോ അല്ലെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ആക്ടിവിറ്റിയിൽ ഒരു കൺസിഡറേഷനോട് കൂടിയിട്ടോ അല്ലെങ്കിൽ കൺസിഡറേഷൻ ഇല്ലാതെയോ ഗുഡ്സ് അല്ലെങ്കിൽ സപ്ലൈ ഓഫ് സർവീസസ് എന്ന് പറയുന്നത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് പറയാം, ഇൻവേർഡ് സപ്ലൈ എന്ന് പറയാം. നെക്സ്റ്റ് ഐറ്റം നോൺ ടാക്സബിൾ സപ്ലൈ ആണ്. എന്തിനെയാണ് നോൺ ടാക്സബിൾ സപ്ലൈ എന്ന് പറയുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞ ടേം എക്സംപ്റ്റഡ് സപ്ലൈ ആണ്. എക്സംപ്റ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ നിൽ റേറ്റ് വരുന്നതിനെയാണ് എക്സംപ്റ്റ് സപ്ലൈ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോൺ ടാക്സബിൾ സപ്ലൈ എന്ന് പറയുന്നത് ഇറ്റ് മീൻസ് എ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് വിച്ച് ഈസ് നോട്ട് ലെവിയബിൾ ടു ടാക്സ് അണ്ടർ ദിസ് ആക്ട് ഓർ അണ്ടർ ദ IGST ആക്ട്. IGST ആക്ട് പ്രകാരമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ടാക്സ് ഇവിടെ ചാർജ് ചെയ്തിട്ടില്ലെങ്കിൽ നോൺ ടാക്സബിൾ സപ്ലൈ എന്ന് പറയുന്നത് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് പറയുന്നത് ടാക്സ് ചാർജ് ചെയ്യാത്ത ഒരു സർവീസ് ആണെങ്കിൽ, ഒരു ഗുഡ്സ് ആണെങ്കിൽ അത് ഏത് പ്രകാരം, ഏതെങ്കിലും ഒരു GST ആക്ട് പ്രകാരമോ അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് പ്രകാരമാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോൺ ടാക്സബിൾ സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ നോൺ ടാക്സബിൾ സപ്ലൈ എന്ന് പറയുന്നത് നമുക്ക് എക്സംപ്റ്റ് സപ്ലൈയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഫാക്ടറായിട്ടാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്. അതായത് എക്സംപ്റ്റ് സപ്ലൈയിൽ എന്തും കൂടിയും ഇൻക്ലൂഡ് ചെയ്യും, നോൺ ടാക്സബിൾ സപ്ലൈയും കൂടി ഇൻക്ലൂഡ് ചെയ്യും. ഇവിടെ നോൺ ടാക്സബിൾ സപ്ലൈ എന്ന് പറയുന്നത് എന്താണ്, ഒരു IGST ആക്ട് പ്രകാരം, ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് പ്രകാരം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും GST ആക്ട് പ്രകാരം ആ ഗുഡ്സ് ഓർ സർവീസസ് അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസിന് ടാക്സ് ലെവി ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, നോൺ ടാക്സബിൾ സപ്ലൈ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഔട്ട്പുട്ട് ടാക്സ് ആണ്. എന്തിനെയാണ് ഇൻപുട്ട് ടാക്സ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻപുട്ട് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഏതെങ്കിലും സെൻട്രൽ ടാക്സോ സ്റ്റേറ്റ് ടാക്സോ അല്ലെങ്കിൽ IGSTയോ UGST ആയിട്ട് ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ചാർജ് ചെയ്യുന്ന ടാക്സിനെയാണ്, അത് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നത്. ഇവിടെ ഔട്ട്പുട്ട് ടാക്സ് എന്താണെന്നുള്ളതാണ്. ഇറ്റ് ഈസ് ഇൻ റിലേഷൻ ടു എ ടാക്സബിൾ പേഴ്സൺ മീൻസ് ദ ടാക്സ് ചാർജബിൾ അണ്ടർ ദ ആക്ട് ഓൺ taxable supply of goods or services or both made by him or by his agent but excludes tax payable by him on reverse charge basis. അപ്പോൾ ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുന്നത് ഒരു ടാക്സബിൾ പേഴ്സണോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടാക്സ് ആണ്. ആ ടാക്സ് എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത്, ടാക്സ് ചാർജബിൾ അണ്ടർ ദ ആക്ട് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് പ്രകാരമാണ് ഈ ടാക്സ് ചാർജ് ചെയ്യുന്നത്. എന്തുമ്പോഴാണ് ചാർജ് ചെയ്യുന്നത്, ടാക്സബിൾ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ടാക്സബിൾ ആയിട്ടുള്ള സപ്ലൈ ആണെങ്കിൽ അതുമ്മ ചാർജ് ചെയ്യുന്ന ടാക്സ് ആണ്. അതുപോലെ തന്നെ ആ റിലേറ്റഡ് പേഴ്സൺ തന്നെ ചാർജ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, ആര് ചാർജ് ചെയ്താലും മതിയും, ഹിസ് ഏജൻറ്റ്, അദ്ദേഹത്തിൻ്റെ ഒരു ഏജൻറ്റ് ചാർജ് ചെയ്താലും അതിനെ നമുക്ക് എന്തായിട്ട് പറയാനായിട്ട് സാധിക്കും, ഔട്ട്പുട്ട് ടാക്സ് ആയിട്ട് പറയാൻ പറ്റും. പക്ഷേ എന്താണ് എക്സ്ക്ലൂഡ് ചെയ്യുന്നത്, ടാക്സ് പേയബിൾ ബൈ ഹിം ഓൺ റിവേഴ്സ് ചാർജ് ബേസിസ്. റിവേഴ്സ് ചാർജ് ബേസിസിൽ അദ്ദേഹം എന്തെങ്കിലും ഒരു ടാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എക്സ്ക്ലൂഡ് ചെയ്യുന്ന ഒരു ടാക്സിനെയാണ് എന്തായിട്ട് പറയുന്നത്, ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ടാക്സബിൾ പേഴ്സൺ ഏതെങ്കിലും ഒരു ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നത്, അത് ടാക്സബിൾ ആയിട്ടുള്ള ഗുഡ്സോ അല്ലെങ്കിൽ സർവീസസോ ആണ് എന്നുണ്ടെങ്കിൽ അതുമ്മ ചാർജ് ചെയ്യുന്ന ടാക്സിനെയാണ് എന്തായിട്ട് പറയുന്നത്, ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുന്നത്. ആ റിലേറ്റഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആരും ആവാം, ഒരു ഏജൻറ്റും ആവാം. അവിടെ എക്സ്ക്ലൂഡ് ചെയ്യുന്നത് എന്താണ്, ഏതെങ്കിലും ഒരു റിലേറ്റഡ് ആയിട്ടുള്ള റിവേഴ്സ് ടാക്സിൽ വരുന്ന എന്തെങ്കിലും ടാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എക്സ്ക്ലൂഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഡെഫിനിഷൻ പേഴ്സൺ. നമ്മളിവിടെ പലപ്പോഴും ഡിസ്കസ് ചെയ്തപ്പോൾ പേഴ്സൺ എന്ന് പറഞ്ഞിരുന്നു. ഈ പേഴ്സൺ എന്ന GST ആക്ട് പ്രകാരം ആരെയാണ് ഉദ്ദേശിക്കുന്നത്? പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കാം, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആയിരിക്കാം, കമ്പനി, ഫേം, LLP ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആവാം, അസോസിയേഷൻ ഓഫ് പേഴ്സൺസോ അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസോ AOPO BOI ആവാം, എനി കോർപ്പറേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഓർ അണ്ടർ എനി സെൻട്രൽ ആക്ട്, സ്റ്റേറ്റ് ആക്ട് or a provincial act or government company, any body corporate incorporated by or under the laws of a country outside India. ഏതെങ്കിലും ഒരു ഔട്ട്സൈഡ് ഇന്ത്യയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഔട്ട്സൈഡ് ഇന്ത്യയുടെ ലോ പ്രകാരമുള്ള
അതുപ്രകാരം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോർപ്പറേറ്റ് ഓർഗനൈസേഷൻ ആയിരിക്കാം, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിരിക്കാം, ലോക്കൽ അതോറിറ്റി, സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്. സൊസൈറ്റി ആസ് ഡിഫൈൻഡ് അണ്ടർ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860, ട്രസ്റ്റ് ആൻഡ് എവരി ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺ. ഇത്രയും പേരെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, പേഴ്സണായിട്ട് പറയുന്നത്. അപ്പോൾ ഒരു ഇൻഡിവിജ്വലോ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയോ കമ്പനി, ഫേം, അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്, ട്രസ്റ്റ്, എനി ജുറിഡിക്കൽ പേഴ്സൺ, സൊസൈറ്റി ആണെങ്കിൽ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860 പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായിരിക്കണം. സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ലോക്കൽ അതോറിറ്റീസ്. ഇനി ഔട്ട്സൈഡ് ഇന്ത്യയുടെ നിയമപ്രകാരം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻ ആണെങ്കിൽ അതും സെൻട്രൽ ആക്ട്, സ്റ്റേറ്റ് ആക്ട്, അതുപോലെ തന്നെ പ്രൊവിൻഷ്യൽ ആക്ട്, ഗവൺമെൻറ് കമ്പനി ആക്ട് പ്രകാരം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള എനി കോർപ്പറേഷൻ ആയിരിക്കാം. അവരെല്ലാം നമുക്ക് എന്തായിട്ട് പറയാം, GST ആക്ട് പ്രകാരം പേഴ്സണായിട്ട് പറയാവുന്നതാണ്. നെക്സ്റ്റ് വൺ, രജിസ്റ്റേർഡ് പേഴ്സൺ. ആരെയാണ് രജിസ്റ്റേർഡ് പേഴ്സൺ? നമ്മൾ പലപ്പോഴും പല ഡെഫിനേഷനും പറഞ്ഞപ്പോൾ രജിസ്റ്റേർഡ് പേഴ്സൺ എന്നുള്ള ഒരു ടേം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ GST ആക്ട് പ്രകാരം ആരെയാണ് ഈ രജിസ്റ്റേർഡ് പേഴ്സൺ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ ഡിഫൈൻ ചെയ്യുന്നത്? A registered person means a person who is registered under section 25 but does not include a person having a unique identity number. ഒരു യൂണീക്ക് ഐഡൻറ്റിറ്റി നമ്പറുള്ള പേഴ്സണിനെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. പക്ഷെ അണ്ടർ സെക്ഷൻ 65 പ്രകാരം ആരൊക്കെയാണോ ആ പേഴ്സൺ എന്ന് പറയുന്നതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അവരെയാണ് രജിസ്റ്റേർഡ് പേഴ്സണായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ രജിസ്റ്റേർഡ് പേഴ്സൺ എന്ന GST ആക്ട് പ്രകാരം ആരൊക്കെയാണ് അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്? സെക്ഷൻ 25 പറഞ്ഞിട്ടുള്ള ആരൊക്കെയാണോ അതിൽ പറയുന്ന പേഴ്സൺസ്. അതോടൊപ്പം തന്നെ എന്തിനെ എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട്? ഒരു യുണീക്ക് ഐഡൻറ്റിറ്റി നമ്പറുള്ള എല്ലാ പേഴ്സണെയും നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ടേം എന്തിനെയാണ്? സർവീസ്. നമ്മൾ നേരത്തെ ഗുഡ്സ് ഓർ സർവീസ്, ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഗുഡ്സിൻ്റെ ഡെഫിനിഷൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തിനെയാണ് GST ആക്ട് പ്രകാരം സർവീസ് എന്ന് പറയുന്നത്. സർവീസ് മീൻസ് എനിത്തിങ് അതർ ദാൻ ഗുഡ്സ്, മണി ആൻഡ് സെക്യൂരിറ്റീസ് ബട്ട് ഇൻക്ലൂഡ്സ് ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു ദ യൂസ് ഓഫ് മണി or its conversion by cash or by any other mode from one form, currency or denomination to another form, currency or denomination for which a separate consideration is charged. ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള കൺസിഡറേഷൻ ചാർജ് ചെയ്തുകൊണ്ട് ഈ ഗുഡ്സ് അല്ലാത്തത്, നമ്മൾ ഗുഡ്സ് എന്ന് പറഞ്ഞ വേറൊരു കാറ്റഗറിയിൽ തരംതിരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗുഡ്സ് അല്ലാത്ത, അതുപോലെ തന്നെ മണിയോ സെക്യൂരിറ്റീസോ അല്ലാത്ത ഐറ്റംസിനെയാണ് നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റുന്നത്? സർവീസസ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഈ പണത്തിനോടോ അല്ലെങ്കിൽ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയോ, അതല്ലെങ്കിൽ ക്യാഷായിട്ടുള്ള മോഡ് എന്ന് പറയുന്നത് ഒരു ക്യാഷ് ആണെങ്കിലോ, ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ കറൻസിയോ ഡിനോമിനേഷനോ ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ, ഒരു സെപ്പറേറ്റ് കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു ആക്ടിവിറ്റീസിനെയാണ് നമ്മളിവിടെ എന്തായിട്ട് പറയുന്നത്? സർവീസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗുഡ്സ് എന്ന് പറയുന്നത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? സർവീസസ് എന്ന് പറയുന്നതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ മോണിറ്ററിയും സെക്യൂരിറ്റീസിനെയും ഒരിക്കലും എന്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല? സർവീസസ് എന്ന് പറയുന്നതിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സർവീസസ് ഇൻക്ലൂഡ് ഫെസിലിറ്റേറ്റിംഗ് ഓർ അറേഞ്ചിങ് ട്രാൻസാക്ഷൻ ഇൻ സെക്യൂരിറ്റീസ്. ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുക, ഒരു അറേഞ്ച്മെൻറ്റ്, ഒരു ട്രാൻസാക്ഷൻ നടത്താനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്യുക, അതിനെയാണ് നമുക്ക് ഒറ്റ സെൻറ്റൻസിൽ പറയുകയാണെങ്കിൽ സർവീസസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക. സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് ഫെസിലിറ്റേറ്റിംഗ് ഓർ അറേഞ്ചിങ് ട്രാൻസാക്ഷൻസ് ഇൻ സെക്യൂരിറ്റീസ്. സെക്യൂരിറ്റീസിൻ്റെ ഒരു ട്രാൻസാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് എന്തായിട്ട് പറയുന്നത്? സർവീസസ് ആയിട്ട് പറയുന്നത്. Next one, tax period. Tax period means the period for which the return is required to be furnished. എന്നാണോ റിട്ടേൺ ഫർണിഷ് ചെയ്യേണ്ടത് ആ പീരീഡിനെയാണ് നമ്മളിവിടെ എന്തായിട്ട് പറയുന്നത്? ടാക്സ് പീരീഡ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം ടാക്സബിൾ സപ്ലൈ ആണ്. എന്തിനെയാണ് ടാക്സബിൾ സപ്ലൈ എന്ന് പറയുന്നത്? ടാക്സബിൾ സപ്ലൈ മീൻസ് എ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് വിച്ച് ഈസ് ലെവിയബിൾ ടു ടാക്സ് അണ്ടർ ദ ആക്ട്. നമ്മൾ നേരത്തെ നോൺ ടാക്സബിൾ എന്ന് പറയുന്നത് ടാക്സ് ചാർജ് ചെയ്യാത്ത ഗുഡ്സ് ഓർ സർവീസസ് അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസിനെയാണ് നോൺ ടാക്സബിൾ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ടാക്സബിൾ എന്ന് പറയുന്നത്? സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് അല്ലെങ്കിൽ സപ്ലൈ ഓഫ്
goods and services അത് leviable to tax. ജി എസ് ടിയുടെ ആക്ട് പ്രകാരം ടാക്സ് ചാർജ് ചെയ്യുന്ന ഒരു ഗുഡ്സോ സർവീസ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ടാക്സബിൾ സപ്ലൈ ആയിട്ട് പറയുന്നത്. ലാസ്റ്റ് ടേം ടാക്സബിൾ പേഴ്സൺ ആണ്. നമ്മൾ നേരത്തെ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, കമ്പനി, ഫേം, ട്രസ്റ്റ്, അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്, സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് മൊത്തമായിട്ട് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ പറയുന്നത് ഹു ഈസ് എ ടാക്സബിൾ പേഴ്സൺ, ആരെയാണ് ടാക്സബിൾ പേഴ്സൺ എന്ന് പറയുന്നത്. സെക്ഷൻ 22 അല്ലെങ്കിൽ സെക്ഷൻ 24 ആണ് ഈ ടാക്സബിൾ പേഴ്സൺ ആരാണെന്നുള്ളത് ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്യുന്നത്. A taxable person means a person who is registered or liable to be registered under section 22 or section 24. Section 22 പ്രകാരം അതുപോലെ തന്നെ section 24 പ്രകാരമോ ഒരു പേഴ്സൺ ലൈബിൾ ടു ബി രജിസ്റ്റേർഡ്, ഒരു രജിസ്റ്റർ ചെയ്യാനുള്ള ലൈബിലിറ്റി ഉണ്ടാവുകയോ അല്ലെങ്കിൽ ആ പേഴ്സൺ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേഴ്സണെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ടാക്സബിൾ പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയോ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ലൈബിലിറ്റി ഉള്ള ഒരു വ്യക്തി അക്കോർഡിംഗ് ടു സെക്ഷൻ 22 ഓർ സെക്ഷൻ 24 ആണെങ്കിൽ ആ പേഴ്സൺസിനെ നമുക്ക് എന്തായിട്ട് പറയാം? ടാക്സബിൾ പേഴ്സൺ എന്ന് പറയാം. എവറി സപ്ലയർ ഷാൽ ബി ലൈബിൾ ടു ബി രജിസ്റ്റേർഡ് അണ്ടർ ദ GST law in the state or union territory from where he makes any taxable supply of goods or service or both if his aggregated turnover in a financial year exceeds the specified limit, that is 20 lakh or 10 lakh. ഇവിടെ സ്പെസിഫൈഡ് ആയിട്ട് ലിമിറ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക. 20 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷമാണ് ലിമിറ്റഡ് പറയുന്നത്. ഇവിടെ എന്തിനെയാണ് ടാക്സബിൾ പേഴ്സൺ എന്ന് പറയുന്നത് ഒന്നും കൂടിയും ഡീറ്റെയിൽ ആയിട്ട് പറയാണ്. GST ലോ പ്രകാരം, അത് സ്റ്റേറ്റിൻ്റെ ലോ ആയിക്കോട്ടെ അല്ലെങ്കിൽ UTGSTയുടെ ലോ ആയിക്കോട്ടെ, അവിടെ വരുന്ന ഒരു രജിസ്റ്റേർഡ് ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആവാനുള്ള ഒരു ലൈബിലിറ്റി ഉള്ള ഒരു സപ്ലയർ ആണെങ്കിൽ ആ സപ്ലയർ രജിസ്റ്റേർഡ് ചെയ്യേണ്ട ഒരു ലൈബിലിറ്റി ഉള്ളത് ഏത് പ്രകാരം? GST ലോ പ്രകാരം, അതായത് സ്റ്റേറ്റിൻ്റെയോ UGSTയുടെയോ ഒരു ലോ പ്രകാരം അദ്ദേഹം ഒരു ലയബിൾ ആയിട്ടുള്ള ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. അതും അദ്ദേഹം ഒരു സപ്ലയർ ആണ് എന്നുണ്ടെങ്കിൽ ആ സപ്ലൈ ചെയ്യുന്നത് ഗുഡ്സ് ഓർ സർവീസസോ അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ അഗ്രഗേറ്റഡ് ടേൺ ഓവർ എന്ന് പറയുന്നത് ആ ഫിനാൻഷ്യൽ ഇയറിൽ സ്പെസിഫൈഡ് ഉള്ള ലിമിറ്റിനേക്കാൾ എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേഴ്സൺ എന്തായിരിക്കണം? ടാക്സബിൾ പേഴ്സൺ ആയിരിക്കണം. ഈ സ്പെസിഫൈഡ് ലിമിറ്റ് എന്ന് പറയുന്നതാണ് 20 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം എന്ന് പറയുന്നത് അഗ്രഗേറ്റഡ് ടേൺ ഓവർ ആണ്. ഈ അഗ്രഗേറ്റഡ് ടേൺ ഓവറിനേക്കാൾ കൂടുതലായിട്ട് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് എന്ന് പറയുന്നത് ടാക്സബിൾ ലൈബിലിറ്റി ഉള്ള രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. അല്ലെങ്കിൽ GST ലോ പ്രകാരം അദ്ദേഹം ലൈബിൾ ആണെങ്കിൽ ആ പേഴ്സൺ എന്തായിരിക്കണം? ടാക്സബിൾ പേഴ്സൺ ആയിരിക്കണം. The following persons are also compulsory required to obtain registration whether or not their turnover exceeds the threshold limit. നേരത്തെ പറഞ്ഞ 20 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം എന്ന് പറയുന്ന ലിമിറ്റിൻ്റെ ഉള്ളിൽ വരാത്തൊരു വ്യക്തിയാണെങ്കിലും താഴെ പറയുന്ന കണ്ടീഷൻസ് ഉള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ ആ പേഴ്സൺ എന്തായിട്ട് മാറണം? ഒരു ടാക്സബിൾ പേഴ്സൺ. അദ്ദേഹത്തിന് എന്ത് ലൈബിലിറ്റി ഉണ്ട്? കമ്പൽസറി ആയിട്ട് രജിസ്ട്രേഷൻ എടുക്കേണ്ട ഒരു ലൈബിലിറ്റി ഉണ്ട്. അത് ഏതൊക്കെയാണ് പേഴ്സൺ? നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ, കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ, മേക്കിംഗ് എനി ടാക്സബിൾ സപ്ലൈ. ടാക്സബിൾ സപ്ലൈ ചെയ്യുന്ന ഒരു നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സണോ അല്ലെങ്കിൽ ഒരു കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആണെങ്കിൽ അദ്ദേഹം രജിസ്റ്റേർഡ് ടാക്സബിൾ പേഴ്സൺ ആയിരിക്കണം. പേഴ്സൺസ് മേക്കിംഗ് എനി ഇൻ്റർസ്റ്റേറ്റ് ടാക്സബിൾ സപ്ലൈ, ഇൻ്റർസ്റ്റേറ്റ് ടാക്സബിൾ സപ്ലൈ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ അദ്ദേഹം രജിസ്റ്റേർഡ് ടാക്സബിൾ പേഴ്സൺ ആയിരിക്കണം. Recipient of supply of goods or service that are notified for tax on reverse charge basis. Reverse charge basisൽ ഒരു നോട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഗുഡ്സ് ഓർ സർവീസ് ചെയ്യുന്ന ഒരു റെസിപ്പിയൻ്റ് ആണെങ്കിൽ ആ റെസിപ്പിയൻറ്റും കമ്പൽസറി ആയിട്ട് എന്തെടുത്തിരിക്കണം? രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. Persons such as agents who make a taxable supply on behalf of other taxable person. ഏതെങ്കിലും ഒരു ടാക്സബിൾ പേഴ്സണിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഒരു ടാക്സബിൾ സപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ഏജൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ആ പേഴ്സണ് കമ്പൽസറി ആയിട്ട് എന്ത് എടുത്തിരിക്കണം? രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. ഇലക്ട്രോണിക് കോമേഴ്സ് ഓപ്പറേറ്റർ ആൻഡ് പേഴ്സൺസ് ഇഫക്റ്റിംഗ് സപ്ലൈസ് ത്രൂ ദം. അതുപോലെ തന്നെ ഒരു സപ്ലയർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് കോമേഴ്സ് ഓപ്പറേറ്ററോ അല്ലെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള സപ്ലൈ ചെയ്യുന്ന പേഴ്സൺസ് ആണ് എന്നുണ്ടെങ്കിൽ അവരും കമ്പൽസറി ആയിട്ട് എന്ത് ചെയ്തിരിക്കണം? രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. പേഴ്സൺസ് സപ്ലൈയിങ് OIDAR സർവീസസ്, അതായത് ഓൺലൈൻ ഇൻഫോർമേഷൻ ഡാറ്റാബേസ് ആക്സസ് ആൻഡ്
retrieval services from a place outside India to an unregistered person in India. Person എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സർവീസ് എന്ന് പറയുന്നത് സപ്ലൈ ചെയ്യുന്നത് OIDAR. എന്തിനെയാണ് OIDAR എന്ന് പറയുന്നത്? ഓൺലൈൻ ഇൻഫർമേഷൻ ഡാറ്റാബേസ് ആക്സസ് ആൻഡ് റിട്രീവൽ സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനോട് റിലേറ്റഡ് ആയിട്ട് സപ്ലൈ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ ആ പേഴ്സൺ കമ്പൽസറി ആയിട്ട് എന്ത് ചെയ്തിരിക്കണം? രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. എങ്ങനെയാണെങ്കിൽ ഫ്രം എ പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ ടു എൻ അൺരജിസ്റ്റേർഡ് പേഴ്സൺ ഇൻ ഇന്ത്യ. ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്ന് സപ്ലൈ ചെയ്യുകയും ആർക്കാണ് സപ്ലൈ ചെയ്യുന്നത്? ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സൺ, ഇന്ത്യയിലുള്ള ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണ് ഈ OIDAR റിലേറ്റഡ് ആയിട്ടുള്ള സപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ കമ്പൽസറി ആയിട്ട് രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. അപ്പോൾ ഇവിടെ പറയുന്നത് നേരത്തെ പറഞ്ഞ അഗ്രഗേറ്റ് ടേൺ ഓവർ എന്ന് പറയുന്നത് സ്പെസിഫൈഡ് ലിമിറ്റ് എക്സീഡ് ചെയ്തിട്ടില്ലെങ്കിലും ആരൊക്കെയാണ് കമ്പൽസറി ആയിട്ട് രജിസ്ട്രേഷൻ എടുക്കേണ്ടത്? ഫസ്റ്റ് വൺ പറഞ്ഞത് നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സണോ അല്ലെങ്കിൽ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആണെങ്കിൽ ടാക്സബിൾ സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പൽസറി ആയിട്ട് രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. അതുപോലെ തന്നെ ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ അദ്ദേഹവും കമ്പൽസറി ആയിട്ട് രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. ഇനി റെസിപ്പിയൻ്റ് എന്ന് പറയുന്നത് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസോ അല്ലെങ്കിൽ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറയുന്നത് ഒരു റിവേഴ്സ് ടാക്സ് ബേസിസിലുള്ള ഒരു നോട്ടിഫൈഡ് പേഴ്സൺ ആണെങ്കിൽ കമ്പൽസറി രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. അതുപോലെ തന്നെ ഒരു ടാക്സബിൾ പേഴ്സണിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഏജൻറ്റ് ഒരു ടാക്സബിൾ സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹവും നിർബന്ധമായിട്ട് എന്ത് ചെയ്തിരിക്കണം? രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. ഇലക്ട്രോണിക് കോമേഴ്സ് ഓപ്പറേറ്റർ ആയിട്ടോ അല്ലെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസ് എഫക്റ്റിംഗ് സപ്ലൈ എന്ന് പറയുന്നത് ഇഫക്റ്റീവ് ആക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹവും എന്ത് ചെയ്തിരിക്കണം? കമ്പൽസറി ആയിട്ട് രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. ലാസ്റ്റ് പറഞ്ഞത് ഓൺലൈൻ ഇൻഫോർമേഷൻ്റെ ഡാറ്റാബേസ് ആക്സസ് അല്ലെങ്കിൽ റിട്രീവിങ് സർവീസസ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ അത് ഔട്ട്സൈഡിൽ നിന്ന് ഇൻസൈഡ് ഇന്ത്യയിലേക്ക് ആണ് സപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അദ്ദേഹവും എന്ത് ചെയ്തിരിക്കണം? നിർബന്ധമായിട്ട് ടാക്സബിൾ രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. അപ്പോൾ ഇത്രയാണ് ടാക്സബിൾ പേഴ്സൻ്റെ കാര്യം പറയാനുള്ളത്. അതായത് ഒരു പേഴ്സൺ രജിസ്റ്റേർഡ് ആയിട്ട് ലൈബിൾ ആണ്, അത് GST ആക്ട് പ്രകാരം സെക്ഷൻ 22 അല്ലെങ്കിൽ 24 പ്രകാരം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെയാണ് ടാക്സബിൾ പേഴ്സൺ എന്ന് പറയുന്നത്. GST ലോ പ്രകാരം അദ്ദേഹം ലൈബിൾ ആണെങ്കിൽ, രജിസ്റ്റേർഡ് ലൈബിലിറ്റി ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു സപ്ലയർ ആണെങ്കിൽ നിർബന്ധമായിട്ട് അദ്ദേഹം എന്തെടുത്തിരിക്കണം? കമ്പൽസറി രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. അതോടൊപ്പം തന്നെ അഗ്രഗേറ്റ് ടേൺ ഓവർ എന്ന് പറയുന്നത് 20 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷത്തിൽ മേലെയാണെങ്കിൽ നിർബന്ധമായിട്ടും എന്തെടുത്തിരിക്കണം? രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. പിന്നെ ഈ അഗ്രഗേറ്റ് ടേൺ ഓവർ ഇല്ല എന്നുണ്ടെങ്കിൽ ആരൊക്കെയാണ് കമ്പൽസറി ആയിട്ട് രജിസ്ട്രേഷൻ എടുക്കേണ്ടത് എന്നുള്ളത് ഒരു 6 പോയിൻ്റായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ ഞാൻ എത്ര ഡെഫിനിഷൻ പറഞ്ഞു? 25 ഡെഫിനിഷൻ GST ആക്ട് പ്രകാരം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാതും ഏതാ വരാമെന്നൊന്നും പറയാൻ പറ്റില്ല. 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്. ഞാൻ കഴിഞ്ഞ സെമ്മിൽ ഇൻകം ടാക്സ് എടുത്തപ്പോഴും ഈ ഡെഫിനിഷൻസ് എന്ന് പറഞ്ഞ് കുറച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ ഏത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പരീക്ഷയ്ക്ക് വരാവുന്നതാണ്. അതുകൊണ്ട് ഈ 25 പോയിന്റിൽ ഒന്ന് വിട്ടുപിടിക്കാനില്ല. എല്ലാതും നിർബന്ധമായിട്ട് എല്ലാ കുട്ടികളും പഠിക്കണം. 1-2 സെൻറ്റൻസേ ഉള്ളൂ. ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്ന ഒരു പോർഷനാണ് ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിർബന്ധമായിട്ട് ഞാൻ വീണ്ടും പറയാണ്, ഈ ഭാഗം എല്ലാവരും നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. അത് എപ്പോഴും പരീക്ഷയ്ക്ക് വരാവുന്നതാണ്. അപ്പോൾ നന്നായി പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാനായിട്ട് നോക്കുക. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.